നമസ്കാരം സുഹൃത്തുക്കളെ. വി ശിവൻകുട്ടിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സുരാജും ഒക്കെ പറയുന്നത്, പിന്നെ വി എസ് സജീവ് എന്ന് പറയുന്ന ഒരു പുതിയ SFIയുടെ നേതാവ്, പിന്നെ നമ്മുടെ ഡബിൾ ചങ്കൻ എ റഹീം, ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പിട്ടത് PM ശ്രീ നടപ്പാക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ ഒപ്പിട്ടു, സംഭവം ശരിയാ, പക്ഷെ അത് നടപ്പാക്കാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് ആ പൈസ എങ്ങനെയെങ്കിലും പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒപ്പിട്ടു. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഒപ്പിട്ടിട്ട് അത് കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കാതെ വേറെ ഏതൊക്കെയോ രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടി ആ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളത്തരമായിട്ട് ചെയ്തതാണെന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. അതായത് ഞങ്ങൾ കല്യാണം കഴിച്ചു, ഒപ്പിട്ടു, ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചു, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് കുട്ടിയെ വേണം. അപ്പോൾ വി.ഡി. സതീശൻ പറയുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാനും നോക്കാനും സൗകര്യമില്ലാത്ത സ്ഥിതിക്ക് ആ കുട്ടിയെ ഞങ്ങൾ വളർത്തിക്കോളാം. ഇതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്. ഈ VS സജീവ് എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന SFIയുടെ നേതാക്കൾ വന്ന് പറയുന്ന ഒരു മണ്ടത്തരം. അത്യാവശ്യം വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്നാണ് എനിക്ക് പുള്ളിയുടെ ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന ഒരു ഡിഗ്രിയും അല്ലേക്ക് മേലൊക്കെ, അതായത് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരോട് സംസാരിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഈ നേതാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരോടൊക്കെ എന്തിനാണ് അഭിപ്രായം ചോദിക്കുന്നത്? ഇവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടാണോ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഓരോ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നതും കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതും? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരോടൊക്കെ അഭിപ്രായം ചോദിക്കണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഈ LDF സർക്കാരിന്റെ അണികൾ, കൊച്ചു ഈ പിള്ളേരൊക്കെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ റഹീമിനെ എന്റെ വായിൽ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ തന്നെ കഴിഞ്ഞ ഇലക്ഷന് കുറച്ചുകൂടെ സീറ്റ് കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ AK ബാലന്, ഈ പറഞ്ഞ പോലെ സ്വരാജ്, പിന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അധികം വലിയതായിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാലും ഇപ്പൊ പുള്ളി കളത്തിലുണ്ട്. ഇങ്ങനെ ഇവരെയൊക്കെ ഇറക്കി ഒരാവശ്യം, പിന്നെ ശിവപ്രസാദ്, ഇവരൊക്കെ ഇറക്കി ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോ വേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അടുത്ത ഈ പറഞ്ഞ പോലെ 31 ഇലക്ഷനും ഇതുപോലെ സംപൂജ്യരായിട്ട് ഒരു വശത്ത് മാറിയിരുന്ന് കരയേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എളിയ അഭിപ്രായം. അപ്പോൾ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഈ സജീവിനും ഈ പറഞ്ഞ പോലെ സുരാജും ഒക്കെ പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണോ ഈ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം കല്യാണം കഴിച്ചു, പക്ഷെ കൊച്ചിനെ വേണം, പക്ഷെ കൊച്ചിനെ നോക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കത്തില്ല, ഞങ്ങൾക്ക് സൗകര്യമുള്ളവർ നോക്കും. അപ്പം V.D. സതീശൻ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്തിക്കോളാം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത്. അതാണ് ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാലുള്ളത്. അത് തന്നെയാണല്ലോ ചെയ്യേണ്ടതും. ഒപ്പിട്ടു, പക്ഷേങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർ പിരിയുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഒപ്പിട്ട സ്ഥിതിക്ക് പിരിയാനൊട്ട് പറ്റത്തുമില്ല. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, UDF സർക്കാർ ഭരിക്കുന്ന പല ജില്ലകളും സംസ്ഥാനങ്ങളും തൊട്ടടുത്ത് കിടപ്പുണ്ട്. കർണാടക ആയാലും ഒക്കെ ഉണ്ട്. എല്ലാ